നമസ്കാരം, മീഡിയ 60 ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം. കോതമംഗലം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ ഓടയിൽ മലിനജലം കെട്ടിക്കിടക്കുന്നതിന് പരിഹാരമാകുന്നു. ഓട മൂടി സ്ഥാപിച്ച മതിൽ അധികൃതർ പൊളിച്ചു നീക്കി. പ്രദേശത്ത് ഗുരുതര ആരോഗ്യ ശുചിത്വ പ്രശ്നങ്ങൾ ഉടലെടുക്കുമെന്ന് ചൂണ്ടിക്കാട്ടി നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി. കോതമംഗലം ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് മുൻവശത്തെ ഓടയിൽ മാസങ്ങളായി മലിനജലം കെട്ടിക്കിടന്ന് പ്രദേശത്ത് ഗുരുതര ആരോഗ്യ ശുചിത്വ പ്രശ്നങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഓട മൂടി സ്ഥാപിച്ച മതിൽ അധികൃതർ പൊളിച്ചു മാറ്റി. ആശുപത്രിക്ക് സമീപമുള്ള വ്യാപാര സ്ഥാപനങ്ങൾ, ടൗൺ ജുമാ മസ്ജിദ്, ഓട്ടോറിക്ഷ തൊഴിലാളികൾ, കാൽനട യാത്രക്കാർ എന്നിവർക്കെല്ലാം അസഹനീയമായ ദുർഗന്ധവും വെള്ളക്കെട്ടും വലിയ ബുദ്ധിമുട്ടായി മാറിയ സാഹചര്യത്തിലാണ് നടപടി. നൂറുകണക്കിന് ആളുകൾ ദിനംപ്രതി എത്തിച്ചേരുന്ന താലൂക്ക് ആശുപത്രിയുടെ മുൻവശത്താണ് മലിനജലം ദിവസങ്ങളായി കെട്ടിക്കിടന്നിരുന്നത്. താലൂക്ക് ആശുപത്രിയിൽ നിന്ന് തങ്കളം ബൈപ്പാസിലേക്ക് പോകുന്ന റോഡിന്റെ അവസ്ഥയും അതീവ ശോചനീയമായിരുന്നു. കാൽനട യാത്ര പോലും ദുസ്സഹമായ സാഹചര്യമാണ് ഇവിടെ നിലനിന്നിരുന്നത്. സമീപത്തെ ഒരു സ്വകാര്യ വ്യക്തി തന്റെ സ്ഥലം മണ്ണിട്ട് ഉയർത്തിയതിനെ തുടർന്ന് ഓടയിലൂടെ സ്വാഭാവികമായി ഒഴുകിപ്പോകേണ്ട വെള്ളത്തിന്റെ ഒഴുക്ക് തടസ്സപ്പെട്ടു. കൂടാതെ വെള്ളം ഒഴുകിപ്പോകുന്ന ഓട മൂടി അതിനു മുകളിലായി അനധികൃതമായി മതിൽ നിർമ്മിച്ചതും പ്രദേശത്ത് രൂക്ഷമായ വെള്ളക്കെട്ടിന് കാരണമായി. മഴക്കാലം ആരംഭിച്ചതോടെ മഞ്ഞപ്പിത്തം, എലിപ്പനി ഉൾപ്പെടെയുള്ള സാംക്രമിക രോഗങ്ങൾ പടരാനുള്ള സാധ്യതയും പ്രദേശവാസികളിൽ ആശങ്ക ഉയർത്തി. പ്രശ്നത്തിന് ശാശ്വത പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നൽകിയ പരാതിയെ തുടർന്ന് എറണാകുളം ജില്ലാ കളക്ടറേറ്റ്, RDO എന്നിവയ്ക്കും പരാതി സമർപ്പിച്ചിരുന്നു. പരാതിയുടെ അടിസ്ഥാനത്തിൽ അനധികൃതമായി നിർമ്മിച്ച മതിൽ പൊളിച്ചു നീക്കുവാൻ തീരുമാനമായി എങ്കിലും ബന്ധപ്പെട്ട സ്വകാര്യ വ്യക്തി അതിന് തയ്യാറാകാതെ ഇരുന്നതോടെയാണ് നടപടികൾ വേഗത്തിലായത്. തുടർന്ന് നഗരസഭ ചെയർപേഴ്സൺ ഭാനുമതി രാജുവിന്റെ നേതൃത്വത്തിൽ നഗരസഭാ അംഗങ്ങൾ നേരിട്ട് രംഗത്തെത്തി അനധികൃതമായി നിർമ്മിച്ച മതിലുകൾ JCB ഉപയോഗിച്ച് പൊളിച്ചു നീക്കി. ന്യൂസ് ഡെസ്ക്, മീഡിയ 60, കോതമംഗലം.